ഞങ്ങൾ സ്കൂളിൽ മരം ഒരു വരം എന്ന് പറഞ്ഞൊരു നാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടുകാർ രണ്ട് കിളിയായിട്ടാണ്, രണ്ട് കിളികളാണ്. ആ കിളി ഒരു മരത്തിൽ താമസിക്കുന്നു. ആ കിളി മുട്ടയിട്ട് വെച്ച സമയത്ത് ആ മരം വന്നൊരു മരം വെട്ടുകാരൻ വെട്ടിക്കൊണ്ട് പോകുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ കഥ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരു പുച്ഛപ്പാർട്ടിയുണ്ട്. ഈ നാടകം ഒന്നും നന്നാവില്ല എന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തോ നാടകം നിങ്ങൾ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തനാണ്. അപ്പോൾ ഞാനാണ് നാടകം സംവിധാനമൊക്കെ, ഞാനെല്ലാം പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പം മരം നല്ല കാർഡ്ബോർഡിലൊരു മരം വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5-6 അടി പൊക്കത്തിൽ മരം വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടുപേരും മറ്റേ ചുണ്ടൊക്കെ ഫിറ്റ് ചെയ്ത് കുരുവിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മരം വെട്ടുകാരനായി കഴിഞ്ഞു. അപ്പം ഈ പുച്ഛ പാർട്ടി അവന് ക്യാരക്ടറൊന്നും അഭിനയിക്കാനൊന്നുമില്ല, ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ മരം സ്റ്റേജിൽ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഉത്തരവാദിത്വം അവനാണ് സ്റ്റേജിൻ്റെ ബാക്കിൽ ഒത്ത നടുക്കിൽ ഈ മരം കാർഡ്ബോർഡ് ഉണ്ടാക്കിയ മരം ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും, ഒളിച്ച് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നാടകം തുടങ്ങിയിട്ട് ഇതൊരു സക്സസ് ആവാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ അങ്ങ് ഏറ്റെടുത്ത് കുരുവി വരുമ്പോൾ കൈയടിക്കുന്നു, മറ്റേ കിളി വരുമ്പോൾ കൈയടിക്കുന്നു, മരം വെട്ടുകാരൻ വരുമ്പോൾ ആൾക്കാർ കൂവുന്നു. അങ്ങനെ ഈ നാടകം കയറി സൂപ്പർ മെഗാ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം ക്ലാസ്മേറ്റ്സിൽ നരൻ മരിച്ച പോലെ ഈ മരത്തിൻ്റെ ബാക്കിൽ നമ്മുടെ സുഹൃത്ത് നിന്ന് ചാകുക. കാരണം അവന് ഒരു പ്രശസ്തിയും കിട്ടുന്നില്ലല്ലോ. ബാക്കിയുള്ള അവൻ്റെ കൂട്ടുകാരൊക്കെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക. അവനിത് കാണുക, അവൻ ഇതിൻ്റെ ബാക്കിലുണ്ടെന്ന് പൊതുജനം അറിയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ സ്റ്റാർ ആകുന്നു. ഇവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവൻ ഈ മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ഇവൻ അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തല ഇങ്ങനെ ഒന്ന് വെളിയിലേക്കിടും, പിന്നെ അകത്തേക്കിടും, പിന്നെ തല വെളിയിലേക്കിടും, പിന്നെ തല അകത്തേക്കിടും. അങ്ങനെ നാടകം കഴിഞ്ഞു. ഞങ്ങളുടെ നാടകത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ വന്ന ജഡ്ജ് ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്തു. ആ നാടകം വളരെ നന്നായിരുന്നു, ആ നാടകത്തിൽ നല്ലൊരു സന്ദേശമുണ്ട്, അതിലെ അഭിനേതാക്കളെല്ലാം വളരെ നന്നായിരുന്നു. ഒപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ ആർട്ട് വർക്ക് വളരെ നന്നായിരുന്നു. കാരണം അവരൊരു നല്ല മരമുണ്ടാക്കി, ആ മരത്തിൻ്റെ പൊത്തിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു മൂങ്ങ തല പുറത്തേക്കിടുന്നത്, അതിന് പ്രത്യേക അഭിനന്ദനങ്ങളുടെ കിട്ടി. അന്ന് തൊട്ട് മൂങ്ങ സുജിത്ത് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ. നമ്മുടെ അവിടെ ഇൻസൾട്ട് എന്ന് പറയുന്നത് ഒരു പുള്ളിയുടെ കൂടെ പഠിച്ച ഒരുത്തം കയറി പണക്കാരനായി, ഗൾഫിലൊക്കെ പോയിട്ട് വലിയ പണക്കാരനായിട്ട് വന്നു. ഇവൻ ഇങ്ങനെ സാധാരണഗതിയിൽ മറ്റേ പത്രം ഇട്ട ആളുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുക. ഈ ലോകത്ത് വേറെ ആര് പണക്കാരനായാലും പുള്ളിക്ക് കുഴപ്പമില്ല, ഇവൻ പണക്കാരനായാലും പുള്ളിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പണക്കാരനായ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വർക്കുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരന് തന്നെ കൊടുക്കണം എന്ന് ഓർത്ത് വീട് പണിയാൻ നേരത്ത് ഇവനെ കൊണ്ട് കോൺട്രാക്ട് കൊടുത്തു. ഈ കോൺട്രാക്ട് എല്ലാം പണിയാൻ കൊടുത്തു. അപ്പോൾ ഇവൻ്റെ സംബന്ധിച്ചിടത്തോളം ഓരോ കല്ലെടുത്ത് വെക്കുന്നതും പ്രാഗി നേർന്നിട്ടാണ്. കാരണം ഇവൻ്റെ കൂടെ പഠിച്ചവൻ്റെ വീടാണ് 2 നില 3000 സ്ക്വയർ ഫീറ്റ്. നശിച്ചു പോണേ ദൈവമേ, 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെക്കുവാണല്ലോ, ഒരു കല്ലെടുത്ത് വെച്ച് നശിച്ചു പോണ ദൈവമേ, അടുത്ത കല്ലെടുത്ത് അത്രയും പ്രാഗി നേർന്ന ഇയാൾ പണിതുകൊണ്ടിരിക്കുന്നത്. മറ്റവനാണെങ്കിൽ ഭയങ്കര സ്നേഹം, ഇവനെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ട് വരും പണിസ്ഥലത്തേക്ക്, പണി കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവിടും, അങ്ങനെയൊക്കെ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് 2 സ്മോളൊക്കെ കൊടുത്തിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിൽ വന്ന് ഇറക്കിയിട്ട് ഈ പണക്കാരനായ കൂട്ടുകാരൻ പുള്ളിയോട്, മറ്റവൻ 3-4 ആയപ്പോൾ തന്നെ പഠിത്തം നിർത്തിയിട്ടോ, വിദ്യാഭ്യാസം ഇച്ചിരി കുറവ്. അപ്പോൾ ഇവൻ കൊണ്ടുവിട്ടിട്ട് ഓക്കെ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ കൂട്ടുകാർ ബാക്കി ആ ജംഗ്ഷനിൽ ഇരുന്നവർ ഇയാളൊന്ന് ആളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നോട്ടെന്ന് ചോദിച്ചു. എന്നാലും മറ്റവൻ പോയപ്പം അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. ഇയാൾ ചോദിച്ചു, എങ്ങനെ നിന്നോട് സീ യു ടുമാറോ എന്ന് പറഞ്ഞല്ലേ, അത് വളരെ മോശമാണ്. ഇയാൾ ചോദിച്ചു, അത് മോശമാണോ? അല്ല പിന്നെ നിന്നെ പോലെ ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി, നീ അത് വെറുതെ കേട്ടോണ്ട് നിൽക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അതൊക്കെ വളരെ മോശമാണ്, അലമ്പാണ്, നിനക്കൊരു നാണം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് കേട്ടോണ്ട് നിന്നതെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് മറ്റവൻ്റെ വീട്ടിൽ പോയി കോളിംബെല്ലടിച്ച് അവൻ ഡോറ് തുറന്നപ്പോൾ ഈ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ, നീ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു.